ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഞാനാ അജ്ഞാതൻ. അയ്യോ, എന്താ വിളിച്ചത്? ഞാൻ രണ്ടെണ്ണത്തെയും തല്ലിയതിന്റെ പേരില് ഇപ്പോ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും നിർത്തിവെക്കാൻ പറഞ്ഞൂടെ? ഇദ്ദേഹത്തിന്റെ പേരെന്താ? പേരിലല്ലല്ലോ കാര്യം. എന്നെ കൊണ്ട് മഹാലക്ഷ്മിക്ക് പ്രയോജനമുണ്ടല്ലോ. ആ പ്രയോജനം ചെയ്യുന്ന ആളുടെ പേരെന്താന്നാ ചോദിച്ചേ. അതെ, പേരൊക്കെ പിന്നെ പറയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഹാലക്ഷ്മിയോട് പറഞ്ഞേ പറ്റൂ. കണ്ണസാറിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തായിരുന്നു കേട്ടോ. ആർക്ക്? കൊട്ടേഷൻ വന്നത് എനിക്ക് തന്നെ. ഞാനങ്ങനെ നിരപരാധികളുടെ ദേഹത്ത് കൈവയ്ക്കാറില്ല. എങ്കിലും കണ്ണസാറിന്റെയും മഹാലക്ഷ്മിയുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും കണ്ണസാറിനെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു. അതിനുശേഷം കൊട്ടേഷൻ തന്നവരെ തല്ലി ഒതുക്കിയത്. അത് ശരി. അപ്പൊ എന്റെ രണ്ടാനച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും കൂടിയാണോ കൊട്ടേഷൻ തന്നത്? രണ്ടാളും കൂടി ആലോചിച്ചിട്ടാ കലാപരിപാടി തുടങ്ങി വെച്ചത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞു. അതിനുശേഷം എന്റെ ചവിട്ട് നടൻ തുടങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ജീവൻ രക്ഷിച്ച എന്നെയും രക്ഷിക്കണമെന്ന്. ഇത് കേസിലേക്കൊന്നും കൊണ്ടുപോകാതെ വഴി തിരിച്ചുവിടേണ്ടത് നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കടമയാ. അതെന്ത് വേണേലും ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ നമ്പറെങ്കിലും ഒന്ന് തന്നൂടെ? ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതെ, കിട്ടുന്ന നമ്പർ എനിക്കില്ല, ഉള്ളപ്പോ തരാം. ഓക്കെ. ഹലോ ഹലോ, ആരാ വിളിച്ചെന്ന് മനസ്സിലായോ? മനസ്സിലാകാതിരിക്കാൻ എന്താ, അജ്ഞാതനാ വിളിച്ചതല്ലേ? ആ അതെ, നമുക്കെതിരെ കരുണയുടെ അച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും കൂടി കൊട്ടേഷൻ കൊടുത്തതേ ഈ പറയുന്ന അജ്ഞാതനാണെന്ന്. അതുകൊണ്ടാ രണ്ടാളെയും തല്ലിയതെന്ന് പറഞ്ഞു. ഇപ്പത് കേസായെന്നും പറഞ്ഞു. അങ്ങനെങ്കിൽ കേസിൽ നിന്ന് അവനെ രക്ഷിക്കണ്ടേ? പിന്നെ വേണ്ടേ? എന്ത് വില കൊടുത്തും നമ്മുടെ ജീവൻ രക്ഷിച്ചാളെ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. കേസിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ല, അയാൾക്ക് തക്കതായ പ്രതിഫലവും കൊടുക്കണം. ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നല്ലൊരു തുക അയാൾക്ക് കിട്ടുമായിരുന്നല്ലോ. അതിന്റെ ഒരു 10 ഇരട്ടി തുക അയാൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അയാള് രംഗത്ത് വരണ്ടേ? അയാൾക്ക് പണത്തോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പിന്നെ കേസിൽ നിന്ന് ഊരിപ്പോരാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. രണ്ടാനച്ഛനെ താനൊന്ന് വിളിക്ക്. എന്നിട്ട് സംസാരിക്കേണ്ട രീതിയിൽ താനും കൂടെ സംസാരിക്കും. ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. എല്ലാവരും സൂക്ഷിക്കണം. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലൊക്കെ തന്നെയാ കണ്ണനും അനന്തുവും ഒക്കെ ചിന്തിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാ അവര് പോകുന്നത്. സത്യം മോളെ. അവളാ ലക്ഷ്മി, മഹാലക്ഷ്മി. എന്താടി അവിടെ കിടക്കല്ലേ ഒരാള്? ആളുടെയിലൊന്ന് ഫോൺ കൊടുത്തേ. അച്ഛനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചിട്ട് നിനക്കെന്താ അച്ഛനോട് സംസാരിക്കാനുള്ളത്? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. അയാളോ? എന്റെ അച്ഛനാണോടി നീ അങ്ങനെ പറയുന്നേ? അതെ, അയാള് തന്നെ. അവൾ അഹങ്കാരത്തോടെ അച്ഛൻ സംസാരിക്കുന്നേ. ഇനി താ മോളെ, അവൾ എന്താ പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ. എന്താടി? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനും തല്ല് കിട്ടിയെങ്കിൽ അതിനു മുമ്പ് കണ്ണേട്ടിനെ എന്നെയും കൊല്ലാൻ വേണ്ടി നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തില്ലേ? അത് ചോദിക്കാനാണോ നീ വിളിച്ചേ? അത് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ സംഭവം കേസാക്കിയോ? അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് കേസാക്കേണ്ട പല സംഭവങ്ങളും ഉണ്ട്, അതറിയാലോ. അന്വേഷണം പുരോഗമിച്ച
നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ആദ്യം അകത്ത് പോവും. അത് കഴിഞ്ഞേ നിങ്ങളെ തല്ലിയത് ആരായാലും അവർക്ക് എന്തേലും സംഭവിക്കും. നിങ്ങളുടെ പേരിൽ ഒന്നല്ല, ഒരുപാട് കേസുകളുണ്ട്. അതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അകത്ത് പോകേണ്ടി വരില്ല. നാട്ടുകാർ തന്നെ നിങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കും. എന്റെ കണ്ണേട്ടനെതിരെയാ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തത്. അതിനുള്ള ശിക്ഷ കിട്ടിയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇനി അത് കേസും വഴക്കമൊക്കെ ആക്കിയാ നിങ്ങൾക്കേ നഷ്ടം വരൂ. അത് മനസ്സിലാക്കിക്കോ.